അമ്മേ, എത്രയും പെട്ടെന്ന് ഈ രണ്ട് ശല്യങ്ങളെയും ഇവിടുന്ന് പുറത്താക്കണം. ഇവര് രണ്ടുപേരും ശരിയല്ല. മുത്തശ്ശി, ഇനി ഇവരിവിടെ നിർത്തിക്കഴിഞ്ഞാ ഇവര് കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞ് ഇവിടെ എല്ലാവരെയും തമ്മിലടുപ്പിച്ച് കൊല്ലും. അയ്യോ എന്റെ സുമിത്രേ, നോക്ക് എത്ര നേരം ഇവിടെ തുടങ്ങിയിട്ട്. ഞാനും എന്റെ മോളും കൂടി ഈ മുറിയുടെ അടുത്തൂടെ പോയപ്പോ ഇവളെന്തോ ഒരു മരുന്ന് കഴിക്കുന്ന കണ്ടു. സുഖമില്ല കൊച്ചേന്ന് ചോദിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ തുടങ്ങിയതായി പറഞ്ഞതുള്ളു. സുഖമില്ലെന്ന് മാത്രമേ നിങ്ങൾ ചോദിച്ചുള്ളൂ. സുഖമില്ലെന്ന് മാത്രമേ നിങ്ങൾ ചോദിച്ചുള്ളൂ. നിങ്ങൾ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞില്ലേ? എന്നെ ഭ്രാന്തിന് ചികിത്സിക്കാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേന്ന്? അമ്മായി കണ്ടല്ലോ, ഇത് തന്നെ ഇവള് കാണിച്ചോണ്ടിരുന്നത്. നീ എന്ത് ചോദ്യം ചോദിക്കുന്നേ? ഇത്രയും നാളും ആരും കാണാത്ത പാമ്പിനെ കണ്ടു. നവീനൊപ്പം കിടക്കാതെ ഇവിടെ എവിടെയെങ്കിലും വന്ന് കിടക്കും. പിന്നെ കാണുന്നവരോടൊക്കെ ദേഷ്യപ്പെടലും മുറുമുറുക്കലും. ആ ലക്ഷണം കണ്ട അറിഞ്ഞൂടെ? ലക്ഷണം കണ്ട നിനക്ക് എന്താ അറിയാം? ഞാനും കൂടെ കേക്കട്ടെ. ഇവിടെ ആരും ബഹളം വെക്കാൻ വേണ്ടി നിക്കണ്ട. ഓ, ഇവർ ഇത്ര നേരം ഇവിടെ കിടന്ന് ചെലച്ചോണ്ടിരിക്കായിരുന്നല്ലോ. അപ്പൊ എന്താ മുത്തശ്ശിയുടെ വായിൽ നാവില്ലായിരുന്നോ? മോളെ, ഇത് മുത്തശ്ശിയല്ലേ? കാര്യം ആരോടാണെങ്കിലും ഞാൻ സംസാരിക്കും. ഇനി അമ്മയും മോളും കൂടി പരിഹസിച്ച് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ നിമിഷം നിങ്ങൾ വിവരം അറിയും. അമ്മേ കണ്ടോ അമ്മേ, ഇന്നലെ കേറി വന്നവള് പോലും ആട്ടിത്തുപ്പി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളെ. ഇതിനൊക്കെ വളം വെച്ച് കൊടുത്തിട്ടല്ലേ? നവീന്റെ ജീവിതം നല്ലതാകാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നതല്ലേ? അതായിരുന്നെങ്കിൽ കളരിക്കലെ പ്രശ്നം കളരിക്കലിൽ അവസാനിച്ചേനെ. ഇതിപ്പോ എവിടെയോ പോയി പൊന്നും കുടത്തിൽ തപ്പിയെടുത്ത് ഒരുത്തി പിടിച്ചോണ്ട് വന്നിട്ട് അവക്കാണെങ്കിൽ മുഴുത്ത വട്ടും. ഇവള് നവീന്റെ ഒപ്പം ഒന്നിച്ച് കഴിയല്ല. അവനെ കൊന്ന് അവന്റെ 16 അടിയന്തരം നടത്തുക. നിർമ്മലേ, നീ വാടി കീർത്തി. ഇവൾക്ക് അസുഖം കൂടുതലാണെങ്കിലേ ഇവളെ തേടി പിടിച്ചവരും കൂടി അനുഭവിക്കട്ടെ. നീ വാ. കണ്ടോ കണ്ടോ നിങ്ങള്? അവര് പറഞ്ഞിട്ട് പോയത് കണ്ടോന്ന്?